നമ്മളിപ്പോൾ കറൻ്റലി വീനർ ബർഗറിൻ്റെ സ്റ്റോളിലാണുള്ളത്. കുറച്ച് കൺഫ്യൂഷൻസ് ഇതിനകത്തുണ്ട്. അതായത് വേറൊന്നുമല്ല, ഇതിൻ്റെ VP ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഹൊറിസോണ്ടൽ പോസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഈ നമ്മൾ ഇൻഡോർ എന്തെങ്കിലും സ്ക്രൂ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പ്രശ്നം ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ആ വക കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോളൂ. സോ ബേസിക്കലി നമുക്ക് ഈ പറയുന്ന കൺസേൺ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പലർക്കും ഉണ്ടാവാറുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഏത് ലോഡിലുള്ള മെറ്റീരിയൽ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് സ്ക്രൂ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ എങ്ങനെ സ്ക്രൂ ചെയ്യാൻ പറ്റും, നെയിൽ ചെയ്യാൻ പറ്റുമോ. നമ്മൾ എപ്പോഴും പറയുന്നത് നെയിലിംഗ് എന്ന് പറയുന്ന സംഭവം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ആണി അടിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്ലഗ് വെച്ച് സ്ക്രൂ ചെയ്യുക അതാണ് ബെസ്റ്റ്. ഇനി പ്ലഗ് ഇനി അതല്ല, ഇനിയിപ്പം പ്ലഗ് പല ടൈപ്പുകളുണ്ട്. ഇപ്പം സ്ലീവ് ആയിട്ടുള്ള ടൈപ്പ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വുഡൻ പ്ലഗ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ കാണിച്ച പോലെ വുഡൻ പ്ലഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ലീവ് പ്ലഗ് യൂസ് ചെയ്യാം. അപ്പം ഓരോ ലോഡ് ക്ലാസ്സിനനുസരിച്ചിട്ട് നമ്മൾ ഇതിന്റെ വാളിലേക്ക്, അതായത് ഇപ്പം ഉള്ളിലുള്ള സെല്ലുകൾ ഉണ്ടല്ലോ, ഓരോ വാളും നമ്മൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ ഇപ്പം നമ്മൾ ഈ സൈഡ് അപ്പൊ നെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വുഡൻ പെഗ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇതാണ് ഒരു ഓപ്ഷൻ. ഇത് നമുക്കിപ്പോൾ നോർമൽ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാം. സെയിം സാധനം നമ്മൾ സ്ലീവ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ സ്ക്രൂ ചെയ്താണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി കുറച്ചും കൂടെ ലോഡ് കൂടുതൽ വരുന്നത്, ലെറ്റ്സ് സേ ഒരു 70 kg വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഉള്ള രീതിയിൽ ലൈക്ക് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ പല ബ്രാൻഡുകളും ഇതിൽ വരുന്നുണ്ട്. ഞാൻ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡാണ് ചെയ്യുന്നില്ല, ബെസ്റ്റ് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്തു. അതെ അതെ, അത് ആങ്കർ ചെയ്യാണ് ശരിക്കും പറഞ്ഞത്. അതെ അതെ, അതേപോലെ തന്നെ നമ്മൾ ഇനി അതിലും ഇത് ഫോട്ടോ ഫ്രെയിം ശരി, അതാണ് ഞാൻ പറയുന്നത്. ഓരോ വെയിറ്റിനനുസരിച്ച് ഇത് 70 kg വരെ പോകാം. ഇനി അതിലും കൂടുതലാണ് നമ്മൾ ഈ EWC ഒക്കെ ചെയ്യുന്ന സമയം, വോളാങ് EWC ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ, ആ രീതിയിൽ സ്ട്രെങ്ത് വരുന്ന രീതിയിൽ ചെയ്യാം. അത് കുറച്ചും കൂടെ മറ്റേലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ അടുത്തേക്ക് വരും, അടുത്ത സെല്ലിലേക്ക് ടച്ച് ചെയ്ത് അപ് ടു 100 kg വരെ നമുക്ക് അതിലും വരും. 100 kg തന്നെ പോകും. ഇതൊക്കെ നമ്മൾ നോർമൽ നമ്മൾ ഈ പൈപ്പ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നോർമൽ മറ്റേത് ചെയ്യണമെങ്കിൽ ചെയ്യാം. കാരണം പണ്ടായിരുന്നെങ്കിൽ ഇത് കട്ട് ചെയ്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്ലീവ് ആൻഡ് സ്ക്രൂ യൂസ് ചെയ്യാം മാക്സിമം, അല്ലെങ്കിൽ ആങ്കർ ചെയ്യാൻ പറ്റും. വെർട്ടിക്കലി പെർഫറേറ്റഡ് ആയിട്ടുള്ള ബ്രിക്ക് ആണ്. ഇതിപ്പോ ഈ വെർട്ടിക്കലി പെർഫറേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ പർപ്പസിനാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യണത്? വെർട്ടിക്കലി പെർഫറേറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു കൺസേൺ ആണ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ലാറ്ററൈറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിന് സ്ട്രെങ്ത് കൂടുതലാണെന്നുള്ളത്. അപ്പം അതിലും സ്ട്രെങ്ത് കൂടുതലായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം VP കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ ലോഡ് ബെയറിംഗിന് മാത്രമാണ് VP യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. നോൺ ലോഡ് ബെയറിംഗ് ആണെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ സ്ട്രെങ്ത് ഉള്ള വാൾ കിട്ടും. കംപ്രസീവ് സ്ട്രെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നോർമൽ HP വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 ടൈംസോളം കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നുണ്ട്. അതായത് നോർമൽ VPക്ക് അല്ല, പിന്നെ HP നമ്മൾ ഒരു 3.5 Nm² ആണ് കംപ്രസീവ് സ്ട്രെങ്ത് പറയുന്നത്. VP അല്ലെങ്കിൽ ഈ പൊറോത്തം പ്ലസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്കും more than 9 Nm². ആ ടെൻഷൻ പോയി.